അച്ചരിക്കല ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ബർത്ത്ഡേയുടെ വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. 8-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ 9-ാം തീയതിയോ 10-ാം തീയതി ആയിരിക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എല്ലാം ഡെക്കറേഷനാണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ് വെച്ചാണ് നമ്മളെല്ലാം ചെയ്യണത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കർട്ടൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ് വലിച്ചു കെട്ടും. ഇപ്പോൾ നെറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ നമുക്ക് വരിക കാണാം. ഇതിപ്പോൾ നെറ്റാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ബാനർ വരും. പിന്നെ ബലൂൺ വെച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ പുറകിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. ഫുൾ വീഡിയോ കാണുക. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യുന്നത് കാണാം. വരൂ. ഡെക്കറേഷന് വേണ്ട ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മളത് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. പലതരം വെറൈറ്റി ബലൂണുകളുണ്ട്. ഇത് നമ്മൾ ബലൂൺ വീർപ്പിക്കാൻ മേടിച്ച പമ്പാണ്. ഇതുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. ബലൂൺ പെട്ടെന്ന് വീർപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് നിസ്സാര വിലയേ ഉള്ളൂ. ഇതിൻ്റെ 180 വിലയാണ്ടേ ഉള്ളൂ. ഇത് ഓൺലൈനിൽ കിട്ടും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ബലൂണെല്ലാം കൂടി നമ്മൾ ഇവിടെ സൈഡ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുവേ. നല്ല രസമായിരിക്കും അത്. ഇതാണ് നമ്മുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേയുടെ ബാനർ. നമ്മുടെ പൊന്നുവിൻ്റെ കണ്ണൻ മാമൻ പൊന്നുവിന് വേണ്ടിയിട്ടുള്ള ബലൂൺ വീർപ്പിക്കുകയാണ്. പൊന്നുവിനുള്ള ബലൂൺ സ്വന്തം ശ്വാസം കൊണ്ട് തന്നെ വീർപ്പിക്കണമെന്ന് കണ്ണമ്മാവന് ഭയങ്കര നിർബന്ധം. അതുകൊണ്ട് സ്വന്തം ശ്വാസം കൊണ്ട് ഊതി ഊതി പൊന്നുവിനുള്ള ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ എന്ത് കഷ്ടപ്പെട്ടാന്നറിയാം പൊന്നുവിനുള്ള സ്നേഹം കാണിക്കണത്. കണ്ട ഊതി ഊതിയാണ് വീർപ്പിക്കുന്നത്. നമ്മൾ പമ്പ് വെച്ച് വീർപ്പിക്കുമ്പോൾ കണ്ണമ്മാമൻ വാ വെച്ച് വീർപ്പിക്കുന്നു. പൊന്നുവിൻ്റെ മുത്തശ്ശിയമ്മ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ബാബുച്ചാച്ചൻ മുത്തശ്ശിയമ്മയുടെ ആങ്ങളെയാണ്. നമ്മുടെ അനീറ്റാൻറ്റി വന്നിട്ടുണ്ട്. പിന്നെ ദാണ്ട് വിഷ്ണു മാമനുണ്ട്. പിന്നെ നമ്മുടെ കണ്ണപ്പൻ പൊന്നു ദാണ്ട് അപ്പാപ്പൻ തിന്നെയാണ്. അതാണ് നമ്മുടെ ശോഭാമ്മ, പൊന്നുവിൻ്റെ അമ്മയുടെ അമ്മ. പൊന്നു ഇവിടെ ഇങ്ങനെ ഒരു വഴക്കിലാണ് ഞാൻ എടുക്കാൻ വേണ്ടി. ഇത് പൊന്നുവിൻ്റെ അമ്മാമ്മയും അപ്പാപ്പനും മാമനും പൊന്നുവിനും വാങ്ങിയ ഗിഫ്റ്റാണ്. അത് പൊന്നു ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. പൊന്നു ദാണ്ട് പൊന്നുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. പൊന്നു എന്താന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണം അതെന്താണെന്നറിയാം. അങ്ങനെ താണ്ട പൊന്നുവിൻ്റെ അമ്മുമ്മ പൊന്നുവിൻ്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അടിപൊളി പൊന്നുവിൻ്റെ ഫോട്ടോയാണല്ലോ. പൊന്നു ഫോട്ടോ കണ്ട് പേടിച്ചു പോയി. പൊന്നിനെ തന്നെ കണ്ട് പൊന്നു പേടിച്ച് കരയുകയാണ്. നല്ല അടിപൊളി സൂപ്പർ ഫോട്ടോ ഫ്രെയിമാണ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. പൊന്നിൻ്റെ ഗിഫ്റ്റാണ്. നല്ല സൂപ്പർ ഒരു ഫോട്ടോയാണ്. നമ്മളിത് ക്രിസ്മസിനെടുത്ത ഫോട്ടോഷൂട്ടിനകത്തുള്ള ഫോട്ടോയാണ്. കൂട്ടുകാരെ, ഇത് നമ്മുടെ ബാബുച്ചാച്ചനാണ്. നമ്മുടെ വല്യമ്മയുടെ ആങ്ങള തൃശ്ശൂരിൽ നിന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വന്നതാണ്. ബാബുച്ചാച്ചൻ നൈറ്റിൽ ഫംഗ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ദൂരെ നിന്ന് വന്ന കാരണം കൊണ്ട് നിൽക്കാൻ പറ്റിയാൽ രാത്രിയാവും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ. അതുകൊണ്ട് നമ്മൾ ബാബുച്ചാച്ചനെ നിങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബാബുച്ചാച്ചൻ. നമ്മുടെ പൊന്നുവിൻ്റെ ചേട്ടായിമാർ വന്നിട്ടുണ്ട്. ഇത് തോമസ് കുട്ടി ചേട്ടായി, മറ്റേത് അലൻ ചേട്ടായി. നമ്മുടെ അലമ്പൻ അവർ പൊന്നുവിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണ്. ബട്ടർഫ്ലൈ ഒക്കെ ഫിറ്റ് ചെയ്യുന്നു. അവരും പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നതാണ്. ഇവരെല്ലാം ഭയങ്കര ഡെക്കറേഷൻ പരിപാടിയിലാണ്. ഇതാണ് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുന്ന സ്റ്റേജ്. അതിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളിലാണ് ചേട്ടായിമാർ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നടത്താൻ. അവർ വന്ന ഉടനെ തന്നെ ഇതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി ബാക്കിയുള്ള അറ്റകുറ്റപ്പണി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പൊന്നൂസിൻ്റെ കേക്ക് മേടിക്കാൻ പോവാണ്. അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഗായ്സ്, കേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കേ.
ആൽബിച്ചനും കുഞ്ഞപ്പനും കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. പൊന്നു ആ കേക്ക് വാങ്ങുവാണ്. നമ്മളിപ്പോൾ പള്ളിയിലാണുള്ളത്. നമ്മൾ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇച്ചാനും ഉണ്ട്, ആൽബിച്ചനുണ്ട് നമ്മുടെ കൂടെ. അവരവിടെ നിൽക്കുകയാണ്. അവരിപ്പോൾ ഇങ്ങോട്ട് വരും. നമ്മൾ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇച്ചാൻ കണ്ട് വന്നിട്ടുണ്ട്. മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാ കേട്ടോ, പൊന്നൂസിനായിട്ട്. നമ്മൾ പള്ളിയിലോട്ട് കയറുവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. ഇപ്പോൾ ആൽബിച്ചനുണ്ട് നമ്മുടെ കൂടെ. ഇതാണ് നമ്മുടെ ആൽബിമാരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നതാണ്. നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. പൊന്നുവിൻ്റെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ട, ഇതിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പയ്യൻസൊക്കെ ഇരിപ്പുണ്ട്. അവന്മാരെല്ലാം ഒരുങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ട പൊന്നു നമ്മുടെ ഡെക്കറേഷൻ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളുടെ പൊന്നുവിൻ്റെ. പിന്നെ എല്ലാവരും വന്നു. ഇവിടെ മണിയാൻറ്റി ഉണ്ട്, മാളുണ്ട്, സുചിനാൻറ്റി, അമ്മച്ചി, അനൂപു മാമനുണ്ട്, ആദർശ് മാമൻ, പിന്നെ നമ്മുടെ രവരാജ് സാറ്, സിവി സാറ്, അമ്മച്ചി, അച്ചായി, റജി അങ്കിള്, പിന്നെ നമ്മുടെ കണ്ണമാമൻ, വിഷ്ണു മാമൻ, പിന്നെ വിനോയങ്ങള്, നമ്മുടെ അമ്പിളിയമ്മായി ഉണ്ട്, ചേട്ടന്മാരെല്ലാവരും ഉണ്ട്, നമ്മുടെ ചിറ്റപ്പൻ, ഉണ്ണിച്ചിറ്റപ്പനുണ്ട്. എല്ലാവരും പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നിരിക്കുന്നു. ഉപ്പാപ്പനുണ്ട്, കുഞ്ഞമ്മയുണ്ട്. എല്ലാവരും പൊന്നുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്.
പൊന്നുവിൻ്റെ ചേട്ടായിമാർ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുകയാണ്. നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കാം. അതൊരു കുതിരയാണെന്ന് തോന്നുന്നു. കസാര മറ്റേ ചെയർ, ഹോഴ്സിലെ ചെയർ ഇങ്ങനെ ഇരുന്ന് ആടുന്നത്. നമുക്ക് ഇതിൻ്റെ ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തു. കണ്ടാണ്, അടിപൊളി ചെയറാണ്, ഹോഴ്സിൻ്റെ ചെയർ. ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയേർഡായി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ ഫോൺ ചാർജ് തീർന്നുപോയി. അപ്പോൾ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യണ വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ട് വന്ന എല്ലാവർക്കും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഒരുപാട് നന്ദി, താങ്ക്സ്. പിന്നെ നമ്മളെ വീഡിയോ ഫുള്ള് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. നമ്മളതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ പരിപാടികളെല്ലാം നല്ല അതിഗംഭീരമായിട്ട് നടന്നു. എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി. ബായ്.